മതേതര ഭാരതത്തിന് ഏറ്റ മുറിവിലെ ഒന്നാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 കന്യാസ്ത്രീകൾ. അതിൽ ബഹുമാനപ്പെട്ട വന്ദന ഫ്രാൻസിസിൻ്റെ ഇടവകയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സിസ്റ്റർ വന്ദന ഫ്രാൻസിസിൻ്റെ ഇടവകയിലെ വികാരിയച്ഛൻ നമ്മോടൊപ്പമുണ്ട്, അതുപോലെ തന്നെ അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. ഇവരോട് തന്നെ ചോദിച്ചറിയാം ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച്. അച്ഛാ, എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഞങ്ങൾ ഇടവക സമൂഹം വളരെയേറെ വലിയ വേദനയിലാണ് ഇപ്പോഴുള്ളത്, തീവ്രമായ വേദനയിൽ എപ്പോഴുള്ളത്. 2 ദിവസങ്ങളായിട്ട് ഇടവക സമൂഹം ഒത്തിരിയേറെ സങ്കടങ്ങളിലും, അതുപോലെ തന്നെ അവർ എന്തിന് ഈ ക്രൂരത ഞങ്ങളുടെ ഇടവകയിൽ ഏറ്റവും മാതൃപരമായിട്ട് ജീവിക്കുന്ന കുടുംബാംഗമായ കുടുംബത്തിൽപ്പെട്ട സിസ്റ്റർ വന്ദനയോട് ഇങ്ങനെ ചെയ്തു എന്നതിൻ്റെ വലിയ ദുഃഖഭാരം ഞങ്ങളിപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയിൽ വരികയും ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നടന്നു നീങ്ങിയ ആളാണ്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് സിസ്റ്റർ അവിടെ ഉള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ട് അവിടെ എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട, പ്രത്യേകിച്ച് ചൂഷിതരായി കഴിയുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്ററാണ്. സിസ്റ്റർ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു. സിസ്റ്റർ പാവപ്പെട്ടവരെല്ലാം അങ്ങോട്ട് വിളിച്ച് മരുന്ന് വാങ്ങിക്കാനും ഒക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുക, അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററാണ്. സിസ്റ്ററിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനവും സന്തോഷം നന്മകൾ മാത്രമേ സിസ്റ്ററിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ അസിസ്റ്റൻ്റ് വികാരിയച്ഛൻ അമലച്ചനും സിസ്റ്റേഴ്സും കൂടി കൈക്കാരന്മാരെല്ലാവരും കൂടി അവരുടെ ഭവനം സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അറിയാൻ സാധിച്ചത് അവിടെ വേദനിച്ച് ജീവിക്കുന്ന ഒരമ്മ, അവിടെ സിസ്റ്ററിൻ്റെ സഹോദരൻ്റെ ഭാര്യ, ഒരു കുഞ്ഞ്, ഇത്രയും പേരെ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. അവരിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചത് ഈ സിസ്റ്റർ അവരുടെ ഹോസ്പിറ്റലിലേക്ക്, ദൂരെയുള്ള അവരുടെ ഹോസ്പിറ്റലിലേക്ക് ഈ നാരായണപൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് 3 ഹോസ്പിറ്റലിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് 3 പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടെ, ആശീർവാദത്തോടെ, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ വിഭാഗങ്ങളിൽപ്പെട്ട മക്കളാണ് ഈ 3 പെൺകുട്ടികളും. അപ്പോൾ ഇവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ഇവരുടെ ആങ്ങളയോടൊപ്പമാണ്, സഹോദരനോടൊപ്പമാണ്. അപ്പോൾ അവർ റെയിൽവേ സ്റ്റേഷനിൽ ഈ സിസ്റ്റർമാർ ട്രെയിനിൽ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റെയിൽവേ പോലീസോ അതെയോ ടീച്ചർ ആരാണ്ട് വന്ന് ഇവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ദുർഗ് എന്ന സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്ന ഞങ്ങളുടെ സിസ്റ്റർമാർ ഇപ്പോൾ വരും, അപ്പോൾ അവരോടൊപ്പം ഞങ്ങൾ ദുർഗിലേക്ക് പോകാൻ നിൽക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ്, സാധാരണ ഗ്രാമീണരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സിസ്റ്റർമാർ അടുത്ത ഇപ്പോഴും ഒരു ട്രെയിൻ എത്തുക അതിന് നോക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ നിങ്ങളെ സിസ്റ്റർമാർ എന്തിനാണ് വരുന്നത്, അതായത് അവർ ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങളിവിടുത്തെ നാരായണപുരം സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ദുർഗയിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അവർ വരികയാണ്. ഞങ്ങൾ സന്തോഷമുണ്ട്. നോക്കൂ, ഞങ്ങളുടെ ഞങ്ങളുടെ ഇടയ്ക്കലുണ്ട്, ഇവൻ ഞങ്ങളെ കയറ്റി വിടാൻ വന്നതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഇതൊന്നും അല്ല, ഇതിൻ്റെ പിന്നിൽ വേറെ അജണ്ടയുണ്ട്, നിങ്ങളെ മതം മാറ്റാൻ കൊണ്ട്. ഇവർ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, പിന്നെ ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോഴേക്ക് ഇവരെ പീഡിപ്പിച്ച്, ഇവരെ വലിച്ചഴിച്ച്, ഇവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് സിസ്റ്റേഴ്സ് വരാൻ ഇവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. സിസ്റ്റേഴ്സ് എത്തിയപ്പോൾ സിസ്റ്റേഴ്സിനെ ബലമായിട്ട് നിങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് പോകാൻ വന്നതല്ലേ, നിങ്ങൾ മതം മാറ്റാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിസ്റ്റേഴ്സിനെയും കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ആക്കിയിരിക്കുക. അപ്പോൾ ഇന്ന് സിസ്റ്ററിൻ്റെ ആങ്ങള എന്നെ വിളിച്ചായിരുന്നു, സഹോദരൻ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, അതിൽ 3 പെൺകുട്ടികളും ഇവരുടെ സഹോദരനെയാണ് ഇവർ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒരു പെൺകുട്ടി ഒരുപാട് പീഡിപ്പിച്ച് ആ കൊച്ചിൻ്റെ ഒരു മനമാറ്റം അല്ലെങ്കിൽ പുറത്തിറങ്ങിയ കത്തിച്ച് കളയെന്നുള്ള ആ വലിയ ഈ പിള്ളേരെ ഭയപ്പെടുത്തി ഈ കുട്ടികൾ ആ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇന്ന് ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന് ചിന്തിച്ചപ്പോൾ ഇന്നലെ രാത്രി കൊണ്ട് ബാക്കി 3 പേരെയും
മർദ്ദിച്ച് അവശരാക്കി നിങ്ങൾ മൊഴി മാറ്റി പറയണം, നിങ്ങൾ മതം മാറ്റാൻ കൊണ്ടുപോകുന്നതാണ്, നിങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളെ നിർബന്ധിച്ചാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ പറഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി ഇവരൊക്കെ നിങ്ങളെ വിട്ടുപോകും, നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ഇന്ന് അവരെ മൊഴി മാറ്റി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വക്കീലിൽ നിന്നും അറിയാനായിട്ട് സാധിച്ചു. ഈ ഒരു അവസരത്തിൽ അമലച്ച അവിടുത്തെ വീട്ടിൽ പോയായിരുന്നു. അമ്മയുടെയൊക്കെ അവസ്ഥ ഒരു പരിതാപകരമാണ്. എങ്ങനെയാണ് അവിടുത്തെ വീട്ടിലെ സാഹചര്യങ്ങൾ? ഇന്നലെ ഞങ്ങൾ വികാരി അച്ഛനും അതുപോലെ തന്നെ ഇവിടുത്തെ ഭാരവാഹികൾ, പള്ളിയുടെ ഇടവകയുടെ ഭാരവാഹികൾ എല്ലാവരും കൂടി ചേർന്ന് സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, അവരുടെ മക്കളുണ്ട്, കുടുംബമുണ്ട്. അമ്മയ്ക്ക് തീരെ വയ്യാത്തൊരാളാണ്, പ്രായമായിട്ടുള്ള ഒരാളാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ അമ്മയ്ക്ക് ഈ വിവരം അറിയത്തില്ല. അപ്പോൾ അമ്മ ഈ വിവരം അറിഞ്ഞാലുണ്ടാകുന്ന അമ്മയുടെ വിഷമമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ വളരെ വിഷമകരമായൊരു ഒരു ഘട്ടത്തിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. നമുക്ക് പ്രതിഷേധം അറിയിക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മോടൊപ്പമുണ്ട്. ഉദയഗിരി ഇടവകയിലെ സിസ്റ്റേഴ്സ്, നിങ്ങളെപ്പോലെയുള്ള സന്യാസിനികൾ ഇറങ്ങിത്തിരിക്കുന്നത് യേശുവിൻ്റെ പാത പാവപ്പെട്ട ആളുകൾക്ക് കരുണ കൊടുക്കുവാൻ, കരുണ ലഭിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനൊക്കെയാണ്. അപ്പോൾ സിസ്റ്റർ വന്ദനയെ പോലെയുള്ളവർ ഇങ്ങനെ അനീതിപരമായുള്ള രീതിയിൽ കുറ്റം ചുമത്തപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇടവകക്കാരെന്ന നിലയിൽ ഇതിനെ നോക്കിക്കാണുന്നത്? സിസ്റ്റർ വന്ദനയെ അറസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾക്ക് അതിയായ പ്രതിഷേധമുണ്ട്. കാരണം ഞങ്ങളെപ്പോലൊരു സിസ്റ്ററാണ് സിസ്റ്റർ വന്ദനയും. ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി, പാവപ്പെട്ടവരുടെ ഉന്നതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മതമാറ്റമോ മറ്റൊരു കാര്യങ്ങളുമില്ല. അന്യസംസ്ഥാനത്തു നിന്നും അതുപോലെ കേരളത്തിൽ നിന്ന് അങ്ങോട്ടുമൊക്കെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് ശമ്പളവും അതുപോലെ ഭദ്രമായ ഒരു സുരക്ഷിതത്വമൊക്കെ കൊടുത്താണ് ഞങ്ങളുടെ കോൺവെൻറ്റുകളിൽ അവരെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അത് മതമാറ്റത്തിന് വേണ്ടിയല്ല, അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് മതമാറ്റമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് സമ്മതിക്കാൻ പറ്റില്ല. പിന്നെ ഒരു സിസ്റ്ററിനെയോ 10 സിസ്റ്റർമാരെയോ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഞങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. അത് ഇല്ല എന്ന് ഞങ്ങളോട് പറയുന്നു, അന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന് വേണ്ടി ജ്വലിക്കുന്ന സന്യാസിനിമാർ ഇനിയും കത്തോലിക്ക സഭയിലുണ്ട്. സിസ്റ്റർ, എങ്ങനെയാണ് ഈ സംഭവം, അതിന് എങ്ങനെ പ്രതികരിക്കുന്നു? ക്രിസ്തുവിന് വേണ്ടി ജ്വലിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാം ത്യജിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, നിരപരാധികളെ ക്രൂശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേൽ, സമർപ്പിതരുടെ മേലൊക്കെ ഇന്ന് വളരെയേറെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിലും ഇതെല്ലാം ത്യജിച്ച് ഞങ്ങൾ വന്നിരിക്കുന്നതിന് ഞങ്ങളുടെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവിന് വേണ്ടി മരിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ആ ലക്ഷ്യത്തിൽ നിന്ന് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ നിന്ന് പിന്മാറാനും അതിനെ ശക്തിയോടുകൂടി, കരുത്തോടുകൂടി എതിർക്കുവാനുള്ള ശക്തി തമ്പുരാൻ ഞങ്ങൾക്ക് നൽകുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. സിസ്റ്റർ വന്ദനയുടെ ഇടവകയിലെ വികാരിയച്ഛനും സിസ്റ്റേഴ്സുമാണ് പ്രതികരിച്ചത്. ഷെഗിന ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഭിനൊപ്പം അമലായി ടോം, കണ്ണൂർ.